ഒന്നുകൂടെ പറയുവാണ്, ഇപ്പം നമ്മൾ LGBT കമ്മ്യൂണിറ്റി കൺസിഡർ ചെയ്യാം, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അൺഅവോയ്ഡബിൾ സാധനമാണ്, ഇത് മസ്റ്റാണ്. ഇതില്ലാതെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത്രയും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കേണ്ടവർക്ക് ഇത്രയും അവരെ സംബന്ധിച്ചിടത്തോളം ജെന്യുവൻ ആയിട്ടുള്ള സാധനം അവർക്ക് അവൈലബിൾ അല്ല. ആ പ്രൈസിന് അവർക്ക് താങ്ങാൻ പറ്റുന്ന പ്രൈസിനല്ല അത്. 400-500 രൂപയൊക്കെ ചിലവാക്കാൻ പറ്റിയ എത്ര LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. LGBT കമ്മ്യൂണിറ്റിയിലുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ജോലി തന്നെയുള്ളൂ. ബാക്കി ഒരുമാതിരി എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ നമുക്ക് ജെന്യുവൻ അല്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ ഡേ ടു ഡേ ലൈഫ് അവർ മുന്നോട്ട് നിൽക്കണേ. അങ്ങനത്തെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്ന റെഗുലർ കസ്റ്റമേഴ്സ്. പെയ്ഡ് സെക്സിൽ എവിടെയാ ഫോർ പ്ലേ ഉള്ളേ? പെയ്ഡ് സെക്സിൽ ഫോർ പ്ലേ ഇല്ല, അവിടെ പെനിട്രേറ്റീവ് സെക്സ് മാത്രം സംഭവിക്കണം. പെയ്ഡ് സെക്സ് അവർക്ക് ഇത് ഉപയോഗിക്കാമല്ലോ, നിർബന്ധമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടോ? ഓർഡർ ചെയ്യുന്ന ഒരാളുടെ ബാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുമാക്കി ഇത് എന്തിനാണ് അവർ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഇന്ന കാറ്റഗറി ഒരു കസ്റ്റമർ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഓൺലൈനിൽ മേടിക്കുന്നു അല്ലെങ്കിൽ അവർ നമ്മുടെ വാട്സപ്പിൽ മേടിക്കുന്ന ആൾക്കാർ എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയത്തില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് എത്ര നാളായി? സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ പേഴ്സണൽ ലൂബ്രിക്കൻസ് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ട് ഇന്നേക്ക് 4 ദിവസമായി. ഡെയിലി ഇപ്പൊ നമുക്ക് ഏകദേശം 80-90 എൻക്വയറീസ് വാട്സപ്പിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി കൺവേർഷൻ റേഷ്യോ നോക്കുവാണെങ്കിൽ നല്ലതാണ്. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഒത്തിരി ജെന്യുവൻ ആയിട്ടുള്ള ഡൗട്ട്സ് തന്നെ ചോദിക്കണം. എനിക്ക് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കണേ. ഇതിപ്പോ ഒരു മാസമോ 2 മാസമോ 3 മാസമോ 4 മാസം മാക്സിമം ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെല്ലാം, അതായത് നമ്മുടെ ഈ മലയാളം സംസാരിക്കാൻ അറിയുന്ന മലയാളികൾക്കിടയിൽ പേഴ്സണൽ ലൂബ്രിക്കൻസ് എന്താണെന്നും ഇത് 25 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള സാഷയിൽ ജെന്യുവൻ ആയിട്ടുള്ള കണ്ടന്റ് ആണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് നിർബന്ധമായിട്ടും മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് സ്ലിപ്മിയുടെ പേരിൽ സാഷ കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ വെച്ചാൽ അവൈലബിൾ ഇതെന്താ പ്രൊഡക്റ്റിന് അവയർ അല്ലാത്തൊരു അതവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുള്ളൂ. മെഡിക്കൽ ഷോപ്പിലെ ചേട്ടൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത് ഇത് നല്ലതെന്ന് പറഞ്ഞ് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാനില്ല. അപ്പോൾ അത് അവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ കൂടെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന രീതികളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓൺലൈനിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യുന്ന പ്രൊമോഷൻസോ അല്ലെങ്കിൽ പെയ്ഡായിട്ട് കാണിക്കുന്ന പ്രൊമോഷൻ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഈ ആൾക്കാരെ അവെയർ ആക്കാന്നുള്ള രീതിയിൽ മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്നുള്ളത് ആൾക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ പ്രൈം പർപ്പസാണ്.